വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമീട്ടാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ. വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമീട്ടാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ. സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വണ്ണക്കോട്. പ്രധാന വാർത്തകൾ. വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ പ്രഭാഷണത്തിന് നാഷണൽ തിയേറ്ററിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കാന്തപുരവും ഖലീൽ തങ്ങളും അബുദാബിയിൽ. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ. പാലക്കാട്ടും തിരുവനന്തപുരത്തും സംഘർഷം. അബ്കാരി നിയമ ഭേദഗതി ഹൈക്കോടതി റദ്ദാക്കി. തിരുവനന്തപുരത്ത് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന 4 ഹോട്ടലുകൾ കൂടി പൂട്ടിച്ചു. വാർത്തകൾ വിശദമായി. വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ എന്ന പ്രമേയത്തിൽ ഇന്ന് രാത്രി അബുദാബി നാഷണൽ തിയേറ്ററിൽ നടക്കുന്ന റമളാൻ പ്രഭാഷണത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. രാത്രി 10 മണിക്കാണ് പരിപാടികൾക്ക് ആരംഭം കുറിക്കുന്നത്. പ്രമുഖ വ്യവസായി MA യൂസുഫ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെ റമളാൻ അതിഥിയായി UAEയിലെത്തിയ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ മുഖ്യാതിഥിയായിരിക്കും. കഴിഞ്ഞ 35 വർഷം തുടർച്ചയായി അബുദാബിയിൽ വിപുലമായ റമളാൻ പ്രഭാഷണം നടത്തിവരുന്ന കാന്തപുരത്തിന്റെ പ്രഭാഷണം സ്വദേശികളിലും വിദേശികളിലും ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. അബുദാബി നഗരസഭയുടെ 32, 34, 56, 82, 84 എന്നീ നമ്പർ ബസ്സുകളിൽ കയറിയാൽ അബുദാബി നാഷണൽ തിയേറ്ററിൽ എത്താൻ സാധിക്കും. പരിപാടി ശ്രവിക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. പരിപാടിയുടെ തത്സമയ സംപ്രേഷണത്തിനായി കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രവർത്തകർ നഗരിയിൽ സജ്ജമായിരിക്കുകയാണ്. വിവിധ ആധുനിക സംവിധാനങ്ങളോടെയാണ് പരിപാടിയുടെ തത്സമയ സംപ്രേഷണം നടത്തുന്നതെന്ന് KMIC അഡ്മിൻ ലത്തീഫ് ഹാജി അറിയിച്ചു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ LDF സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിൽ പാലക്കാട്ടും തിരുവനന്തപുരത്തും സംഘർഷം. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരനും ആവശ്യപ്പെട്ടു. നിരക്ക് വർധന അടുത്ത മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി KM മാണി അറിയിച്ചു. തിരുവനന്തപുരം ചാക്കയിൽ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിലേക്ക് LDF പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. കേരളത്തിലെ ജനങ്ങളോട് സർക്കാർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രി M വിജയകുമാർ പറഞ്ഞു. പാലക്കാട് KSEB ഓഫീസിലേക്ക് നടന്ന AIYF മാർച്ചിലും സംഘർഷമുണ്ടായി. കൊട്ടാരക്കര കുളക്കട KSEB സബ് ഡിവിഷൻ ഓഫീസ് AIYF പ്രവർത്തകർ ഉപരോധിച്ചു. യുവമോർച്ച പ്രവർത്തകർ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ നിലമ്പൂരിലെ വസതിയിലേക്ക് മാർച്ച് നടത്തി. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്നും VM സുധീരൻ പറഞ്ഞു. സാധനങ്ങളുടെ വിലവർദ്ധനവ് മൂലം വളരെയേറെ പ്രയാസമനുഭവിക്കുന്ന ജനങ്ങൾക്കേറ്റ മറ്റൊരു ആഘാതമാണ് വൈദ്യുതി ചാർജിലെ വർധനവ്. നിരക്ക് വർധന നയപരമായ കാര്യമായതിനാൽ ഇളവുകൾ അനുവദിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അടുത്ത മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്നും മന്ത്രി KM മാണി പറഞ്ഞു. സർക്കാർ കൊണ്ടുവന്ന അബ്കാരി നിയമ ഭേദഗതി ഹൈക്കോടതി റദ്ദാക്കി. 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകേണ്ടതില്ലെന്ന നിയമ ഭേദഗതിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. പുതിയ ബാറുകൾ അനുവദിക്കുന്നതിലെ ദൂരപരിധി സംബന്ധിച്ച വ്യവസ്ഥിതിയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി.
നിയമ ഭേദഗതിക്കെതിരെ 3 സ്റ്റാർ ഹോട്ടലുകളും ബാർ ഉടമകളും സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവുണ്ടായത്. നിയമ ഭേദഗതി ശാസ്ത്രീയമല്ലെന്ന് നിരീക്ഷിച്ച കോടതി പുതിയ നയം ടൂറിസം മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി. സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പുതിയ അബ്കാരി നിയമ ഭേദഗതി പ്രകാരം 3 സ്റ്റാർ പദവിയിലുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കുന്നത് നിർത്തലാക്കിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ 4 ഹോട്ടലുകൾ കൂടി ഭക്ഷ്യസുരക്ഷാ വിഭാഗം പൂട്ടിച്ചു. ഒരാഴ്ച മുമ്പ് നോട്ടീസ് നൽകിയ ഹോട്ടലുകളാണ് വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തനം തുടർന്നതിന്റെ പേരിൽ പൂട്ടിച്ചത്. ഉൽപാദന തീയതി രേഖപ്പെടുത്താതെ വിറ്റഴിച്ചതിന്റെ പേരിൽ 360 ലിറ്റർ പാലും പിടികൂടി നശിപ്പിച്ചു. കോട്ടയം നഗരത്തിലെ 6 പ്രമുഖ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ആഹാര സാധനങ്ങൾ കണ്ടെടുത്തു. ഭക്ഷ്യസുരക്ഷാ വിഭാഗവും തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യ വിഭാഗവും നാടൊട്ടുക്ക് ഹോട്ടലുകളിൽ പരിശോധന തുടരുമ്പോൾ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാകില്ലെന്ന് തീരുമാനിച്ചുറച്ച മട്ടിലാണ് ഭൂരിഭാഗം ഹോട്ടലുടമകളും. അടിസ്ഥാന സൌകര്യവും ശുചിത്വവും മെച്ചപ്പെടുത്തണമെന്ന് ഒരാഴ്ച മുമ്പ് നടത്തിയ പരിശോധനയിൽ കർശന നിർദ്ദേശം നൽകിപ്പോയ ഹോട്ടലുകൾ ഇപ്പോഴും പഴയപടിയെന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കും. ഒടുവിൽ പിഴ ഈടാക്കി അടച്ചുപൂട്ടിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. പാക്കേജിംഗ് നിയമം ലംഘിച്ചതിന്റെ പേരിലുള്ള നടപടികൾക്കും ഭക്ഷ്യസുരക്ഷാ വിഭാഗം തുടക്കമിട്ടു. ഉൽപാദന തീയതി രേഖപ്പെടുത്താതെ വിൽപ്പനയ്ക്കെത്തിച്ച 360 ലിറ്റർ പാൽ മാറനല്ലൂരിൽ പിടിച്ചെടുത്തു. ഈ പാൽ മുഴുവനും ഭക്ഷ്യസുരക്ഷാ വിഭാഗം തന്നെ നശിപ്പിച്ചു. മാറനല്ലൂരിലെ ഡയറി പ്ലാന്റിലും സംഘം വിശദമായ പരിശോധന നടത്തി. പാക്കേജിംഗ് നിയമം ലംഘിച്ചതിന്റെ പേരിൽ 7000 രൂപ പിഴയും ഇവരിൽ നിന്ന് ഈടാക്കി. മുമ്പ് നോട്ടീസ് നൽകിയ ഹോട്ടലുകളിലെല്ലാം തന്നെ പരിശോധന തുടരാനാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ തീരുമാനം. പാലക്കാട് പറളിയിൽ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത 2 വിദ്യാർത്ഥികളുടെ കൈകൾ അറ്റു. തേനൂർ ഹൈസ്കൂളിലെ കുട്ടികളുടെ കൈയാണ് അറ്റത്. എതിരെ വന്ന ലോറിയിൽ തട്ടിയാണ് അപകടം. 6ഉം 8ഉം ക്ലാസ് വിദ്യാർത്ഥികളാണിവർ. കൈമുട്ടിനു മുകളിൽ വെച്ച് അറ്റ നിലയിൽ ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മ്യാൻമറിലെ റോഹിംഗ്യ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ സംയുക്തമായി ഇന്നലെ ഡൽഹിയിലെ മ്യാൻമർ എംബസിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. റോഹിംഗ്യകളെ സ്വന്തം രാജ്യത്ത് തിരികെ പ്രവേശിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് മ്യാൻമർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് CPI ജനറൽ സെക്രട്ടറി അതുൽകുമാർ അജ്ഞൻ ആവശ്യപ്പെട്ടു. ആഗോളവേദികളിൽ റോഹിംഗ്യകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഇന്ത്യ തയ്യാറാകുന്നില്ലെന്ന് സമാജ്വാദി പാർട്ടി ജനറൽ സെക്രട്ടറി കമാൽ സിദ്ദീഖി കുറ്റപ്പെടുത്തി. തുടർന്ന് മ്യാൻമർ സ്ഥാനപതിക്ക് നൽകിയ നിവേദനത്തിൽ വംശീയ വിഭജനം അവസാനിപ്പിച്ച റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് പൌരത്വം നൽകണമെന്ന് സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. വംശഹത്യ അരങ്ങേറിയ രാഖൈൻ സംസ്ഥാനത്ത് മാധ്യമപ്രവർത്തകർക്കും ദുരിതാശ്വാസ ഏജൻസികൾക്കും പ്രവേശനം നൽകണമെന്നും സംഘടനകൾ അഭ്യർത്ഥിച്ചു. റോഹിംഗ്യ വംശജരുടെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ UN ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയിലെ പ്രതിനിധിക്ക് നിവേദനം നൽകി. റോഹിംഗ്യകൾക്ക് മ്യാൻമർ പൌരത്വം നൽകണമെന്നും രാഖൈൻ പ്രവിശ്യയിലേക്ക് UN വസ്തുന്വേഷണ സംഘത്തെ അയക്കണമെന്നും കാണാതായ ആയിരക്കണക്കിന് അഭയാർത്ഥികളെ കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ആഴ്ചകളായി ആയിരക്കണക്കിന് മുസ്ലിം വിശ്വാസികളെ മ്യാൻമറിലെ ബുദ്ധമത വിശ്വാസികൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രക്ക് ഇത്തവണ താമസം നേരിട്ടേക്കും. ഒക്ടോബർ മധ്യത്തിൽ പുറപ്പെടാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ സൗദി എയർലൈൻസുമായി ഉണ്ടാക്കിയ കരാറിൽ ചില പ്രതിസന്ധികളുണ്ടായതിനാൽ ഈ ഘട്ടത്തിൽ പുറപ്പെടാൻ കഴിയില്ലെന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തയ്യാറാക്കിയ ഷെഡ്യൂൾ അനുസരിച്ചു തന്നെ കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ യാത്ര ഉത്തരേന്ത്യക്കാരുടെ യാത്രക്കു ശേഷമാണ്. ഇത് കേരളീയ ഹാജിമാരുടെ താമസ സൌകര്യത്തെ ബാധിക്കുമെന്നതിനാൽ കൂടുതൽ തുക നൽകി ഹറമിനടുത്ത് താമസ സൌകര്യത്തിന് അപേക്ഷിച്ചവരിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ഇവരിപ്പോൾ കൂട്ടത്തോടെ താമസം അസീസിയയിലേക്ക് മാറ്റിക്കിട്ടാൻ അപേക്ഷ നൽകിയിരിക്കുകയാണ്. 500-ലധികം പേർ ഇതിനകം മാറിക്കഴിഞ്ഞെന്നാണ് ഹജ്ജ് ഹൌസിൽ നിന്നുള്ള കണക്ക്. അതിനിടെ പുതിയ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ യോഗം നാളെ ചേരാനിരിക്കുകയാണ്. ഹജ്ജ് ക്യാമ്പും അടിയന്തര സ്വഭാവമുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് യോഗ അജണ്ട. സ്ത്രീകളുടെ പ്രത്യേക താമസ സൌകര്യത്തിനുള്ള കെട്ടിട നിർമ്മാണമാണ് ഇതിലൊന്ന്. ഇതിനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കെട്ടിട നിർമ്മാണം ആരംഭിച്ചിട്ടില്ല.
റിസർവേഷൻ കാറ്റഗറിക്ക് പുറത്തുള്ള 41,306 ഹജ്ജ് അപേക്ഷകരുടെ കാര്യത്തിൽ ഹജ്ജ് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് മറ്റൊരു ആശങ്ക. റിസർവേഷൻ കാറ്റഗറിയിൽ തന്നെ ഇനിയും 590 പേർ അവശേഷിക്കുന്നതിനാൽ അതിന് പുറത്തുള്ളവരെ ഇത്തവണ പരിഗണിക്കാൻ കഴിയില്ല. എന്നാൽ 200 രൂപ അടച്ചും രേഖകൾ ഹാജരാക്കിയും നൽകിയ ഈ അപേക്ഷകൾ അടുത്ത വർഷത്തേക്ക് പരിഗണിക്കാനുള്ള തീരുമാനമെങ്കിലും സംസ്ഥാന കമ്മിറ്റി എടുത്താൽ അവർക്ക് അല്പമെങ്കിലും ആശ്വാസമായേക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിശ തോട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി ആത്മസംസ്കരണത്തിന്റെ നിലാവെളിച്ചം പകർന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന റംസാൻ പ്രഭാഷണം ജൂലൈ 27 വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് അബുദാബി നാഷണൽ തിയേറ്ററിൽ. വിശുദ്ധ റംസാൻ വിശുദ്ധ ഖുർആൻ വിഷയത്തിലുള്ള പ്രൗഢഗംഭീര പ്രഭാഷണ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ റംസാൻ അതിഥിയായി എത്തിയ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ കൂടാതെ സാംസ്കാരിക വ്യാവസായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നു. ബ്രോട്ട് യു ബൈ ലുലു. മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശ തോട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. പുണ്യനഗരമായ മക്കയുടെ വിപുലീകരണാർത്ഥം മക്കയെ ആധുനിക സ്മാർട്ട് സിറ്റിയാക്കി മാറ്റുന്നതിനായി കിങ് അബ്ദുള്ള ഡെവലപ്മെന്റ് പ്രൊജക്ട് എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് രൂപം നൽകി. സൗദി കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ സൽമാൻ രാജകുമാരനാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. കിങ് അബ്ദുള്ള ഡെവലപ്മെന്റ് പ്രൊജക്ട് പ്രദർശനം സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. മക്കയുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്കായി അബ്ദുള്ള രാജാവ് നടത്തുന്ന പ്രവർത്തനങ്ങളെ സൽമാൻ രാജകുമാരൻ പ്രകീർത്തിച്ചു. 2 പുണ്യ മസ്ജിദുകൾക്കും വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ബഹുമതിയായാണ് സൗദി സർക്കാർ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 10,000 കോടി സൗദി റിയാലാണ് പുതിയ വികസന പദ്ധതിക്കായി പ്രതീക്ഷിക്കുന്ന ചിലവ്. 60 ലക്ഷം വിദേശ തീർത്ഥാടകർ ഈ വർഷം ഉംറ നിർവഹിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഹജ്ജ് കാര്യമന്ത്രി ബന്ദൽ ഹജ്ജാർ പറഞ്ഞു. 70 രാജ്യങ്ങളിൽ നിന്നുള്ള 5 ലക്ഷം തീർത്ഥാടകരാണ് ഇപ്പോൾ മക്കയിലുള്ളത്. ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുടെയും ഗവർണറേറ്റിന്റെയും ആഭിമുഖ്യത്തിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ വിവിധ സേവനങ്ങൾ നൽകി വരുന്നതായും ഹജ്ജാർ പറഞ്ഞു. മേഖലയിൽ നടപ്പാക്കിയ പ്രധാന പദ്ധതികളെക്കുറിച്ച് ഖാലിദ് രാജകുമാരൻ കിരീടാവകാശിയായ സൽമാൻ രാജകുമാരന് വിശദീകരിച്ചു നൽകി. പാസ്പോർട്ടും ടിക്കറ്റും ബോർഡിംഗ് പാസുമില്ലാതെ 11കാരൻ ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിൽ നിന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്തത് സുരക്ഷാ അധികൃതരെ അങ്കലാപ്പിലാക്കി. സുരക്ഷാ വീഴ്ചയെ തുടർന്ന് മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിലെയും ജെറ്റികോം വിമാന കമ്പനിയുടെയും ഏതാനും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ചയാണ് മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ നിന്ന് ലിയാൻ കോർക്കോറൻ എന്ന കുട്ടി ഒരു ടൂറിസ്റ്റ് സംഘത്തിനൊപ്പം വിമാനത്തിൽ കയറിയത്. വിമാനത്താവളത്തിൽ 5 ഇടങ്ങളിൽ സുരക്ഷാ പരിശോധനകൾക്കു ശേഷമാണ് യാത്രക്കാരെ വിമാനത്തിലേക്ക് കയറ്റിവിടാറുള്ളത്. എന്നാൽ ലിയാൻ കോർക്കോറിനെ ഒരിടത്തും ആരും പരിശോധിച്ചില്ല. യാത്രക്കിടെ മറ്റു യാത്രക്കാരിൽ ചിലർ ബാലൻ ചഞ്ചലചിത്തനായി ഇരിക്കുന്നതും ശ്രദ്ധിച്ച് വിമാനയാത്രക്കാരെ വിവരം ധരിപ്പിച്ചു. ബാലനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ടിക്കറ്റും പാസ്പോർട്ടും ഒന്നുമില്ലാതെയാണ് ഒറ്റക്ക് വിമാനത്തിൽ കയറിയതെന്ന് അറിയുന്നത്. വിമാനത്തിന്റെ മടക്കയാത്രയിൽ കുട്ടിയെ ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ മാഞ്ചസ്റ്ററിലേക്ക് തിരിച്ചയച്ചു. സംഘടനാ വാർത്തകൾ. വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആൻ എന്ന ശീർഷകത്തിൽ SYS മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന റമദാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണത്തിന് നാളെ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28, 29, 30 തീയതികളിൽ മലപ്പുറത്ത് ഷാഫി സഖാഫി മുണ്ടമ്പ്രയും എടപ്പാളിൽ ഫാറൂഖ് നഈമിയും അടുത്ത മാസം 1, 2, 3, 4 തീയതികളിൽ തിരൂരിൽ അബ്ദുൽ ലത്തീഫ് സാദിയുമാണ് പ്രഭാഷണം നടത്തുന്നത്. രാവിലെ 9:30 മുതൽ 12 മണി വരെയാണ് പ്രഭാഷണം. നാളെ മലപ്പുറം ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിലും 29, 30 തീയതികളിൽ ടൗൺ ഹാളിലുമായാണ് പ്രഭാഷണം. പ്രഭാഷണത്തോടനുബന്ധിച്ച് ബുക്ക് ഫെയർ, വിജ്ഞാന പരീക്ഷ എന്നിവയും ഉണ്ടാകും. തിരൂർക്കാട് കുഞ്ഞാലി തങ്ങളുടെ പ്രാർത്ഥനയോടെ പ്രഭാഷണം തുടങ്ങും.
പൊന്മുള മൊയ്തീൻകുട്ടി ബാഖവി അധ്യക്ഷത വഹിക്കും. സമസ്ത ഉപാധ്യക്ഷൻ ഇ സുലൈമാൻ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫി മുഖ്യാതിഥിയായിരിക്കും. രണ്ടാം ദിനം SYS സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി AP അനിൽകുമാർ റമദാൻ റിലീഫിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. എടപ്പാടിൽ പട്ടാമ്പി റോഡിൽ നാളെ ആരംഭിക്കുന്ന പ്രഭാഷണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും മത സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും സംബന്ധിക്കും. 30 നടക്കുന്ന സമാപന പ്രാർത്ഥന സംഗമത്തിന് കേന്ദ്ര മുശാവറംഗങ്ങൾ നേതൃത്വം നൽകും. മദ്രസാധ്യാപകർക്കുള്ള റമദാൻ കിറ്റുകളുടെ താലൂക്ക് തല ഉദ്ഘാടനവും നടക്കും. മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പൊന്മുള മൊയ്തീൻകുട്ടി ബാഖവി, ഇബ്രാഹിം ബാഖവി മേൽമുറി, സുബീർ മാസ്റ്റർ, കെ മുഹമ്മദ് ഇബ്രാഹിം തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. കുവൈത്ത് ICF സംഘടിപ്പിച്ച റമദാൻ പ്രഭാഷണവും സമൂഹ നോമ്പുതുറയും ഇന്ന് വൈകിട്ട് 4 മണിക്ക് കുവൈത്ത് സാൽമിയ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഹാളിൽ നടന്നു. വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആൻ എന്ന ശീർഷകത്തിൽ ICF നടത്തുന്ന റമദാൻ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള റമദാൻ പ്രഭാഷണ പരിപാടിയിൽ SSF അഖിലേന്ത്യാ സമിതി ചെയർമാൻ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ അസ്സഖാഫി റമദാൻ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന സമൂഹ നോമ്പുതുറയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സംഘടനകളും സ്ഥാപനങ്ങളും സക്കാത്ത് കമ്മിറ്റികൾ സൃഷ്ടിച്ച് പാവപ്പെട്ടവന്റെ അവകാശമായ സക്കാത്ത് വിഹിതം പകൽക്കൊള്ള നടത്തുന്നതിനെതിരെ മഹല്ല് ജമാഅത്തുകളും സമ്പന്നരും ജാഗ്രത പുലർത്തണമെന്ന് ബായാർ മുജമ്മ ചെയർമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചുകോയത്തങ്ങൾ പ്രസ്താവിച്ചു. കാഞ്ഞങ്ങാട് മഞ്ഞനാടി ഉസ്താദ് നഗരിയിലെ റയ്യാനിൽ 4 ദിവസമായി നടന്നുവന്ന ജില്ലാ SYS റമദാൻ പ്രഭാഷണ പരമ്പരയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രമുഖ പണ്ഡിതൻ റഹ്മത്തുള്ള സഖാഫിയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅല ആസ്പദമാക്കി 4 ദിവസം പ്രഭാഷണം നടത്തിയത്. സമാപന സംഗമം ഡോക്ടർ കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അധ്യക്ഷത വഹിച്ചു. ഡിസാല സ്റ്റഡി സർക്കിൾ മക്ക സോൺ കമ്മിറ്റിയും ICF മക്ക സെൻട്രൽ കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന ഇഫ്താർ സംഗമം ഇന്ന് ഗസ വാദിസലാം ഓഡിറ്റോറിയത്തിൽ നടന്നു. വൈകിട്ട് 5:30 ആരംഭിച്ച സംഗമത്തിൽ ഡോക്ടർ അബ്ദുസലാം മുഖ്യാതിഥിയായിരുന്നു. അടുത്ത മാസം പറമ്പിൽ നടക്കുന്ന SSF യൂണിവേഴ്സിറ്റി ഡിവിഷൻ സാഹിത്യോത്സവിന്റെ സ്വാഗത സംഘം രൂപീകരണം പറമ്പിൽ പീടിക സുന്നി സെന്ററിൽ നടന്നു. SYS പഞ്ചായത്ത് പ്രസിഡന്റ് M അബ്ദുൽ ഗഫൂർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലേലി അധ്യക്ഷത വഹിച്ചു. SSF ജില്ലാ കമ്മിറ്റി അംഗം P ഉസ്മാൻ ബുഖാരി വിഷയാവതരണം നടത്തി. അവസാനമായി KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം കോഴിക്കോട്ട് നിന്നും അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശിയുടെ റമദാൻ പ്രഭാഷണം നടക്കും. തുടർന്ന് UAE സമയം 10 മണിക്ക് അബുദാബി നാഷണൽ തിയേറ്ററിൽ നിന്നും വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആൻ പ്രഭാഷണത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, MA യൂസുഫ് അലി തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കുന്നു. പരിപാടി തത്സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംപ്രേഷണം ചെയ്യും. നാളെ രാവിലെ ഇന്ത്യൻ സമയം 9 മണിക്ക് റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ റമദാൻ പ്രഭാഷണം KMICയിൽ നടക്കും. തുടർന്ന് ഇന്ത്യൻ സമയം 1 മണിക്ക് മഞ്ചേരിയിൽ നിന്നും വഹാബ് സഖാഫി മമ്പാട് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സംസാരിക്കുന്നു. ഇന്ത്യൻ സമയം 4:30 ഖുർആൻ നിയമങ്ങളും പാരായണവും പഠിക്കാൻ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ഒരുക്കുന്ന സുവർണാവസരം ഫഖറുദ്ദീൻ ലത്തീഫയുടെ നേതൃത്വത്തിൽ തജ്വീദ് ക്ലാസ് നടക്കുന്നു. തുടർന്ന് ഇന്ത്യൻ സമയം 6:45 സൈദി കൊട്ടുക്കരയുടെ നേതൃത്വത്തിൽ ഫിഖ് ക്ലാസ് നടക്കുന്നു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും KMIC ന്യൂസ് ടൈം എന്ന ബേലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന സംഘടനാ വാർത്തകളും മറ്റു വാർത്തകളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇതേ സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.